എട് എട് നീ എന്തിനു എനിക്ക് വിശക്കുന്നു. ഒന്ന് കോൺക്രീറ്റ് ആണ്, പെട്ടെന്ന് പോകണം എനിക്ക്. തള്ള രാവിലെ ഇരുന്ന് വ്ളോഗ് കാണുന്നുണ്ട് കേട്ടോ. അതെന്താ അങ്ങോട്ട് വന്നാ എന്ത്? അല്ല അത് കാണണം, അത് ആൾക്കാർ കാണണം. ഇങ്ങനെയൊക്കെയാണ് ഇട്ടേക്കിടുന്നത്. കാണട്ടെ. ഇവിടെ എന്ത് കുഴപ്പം? പിന്നെ അടുക്കള ഇങ്ങനെയല്ല പിന്നെ എങ്ങനെയാണ്? അതിനെന്ത്? എട് ഓ അന്തേര് എടേ വിശക്കുന്നു. എനിക്കിത് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. എനിക്ക് നീ ഉണ്ടാക്ക്. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നു. എനിക്ക് ചമ്മന്തിപ്പൊടി ഇഷ്ടമല്ല. അതെന്തൊരു പറച്ചില്. അല്ല ആ പിടിക്കുന്നില്ലേ? 10 മണിക്ക് കാപ്പി കുടിക്കാൻ. അപ്പം ചമ്മന്തി. ടാറ്റാ. കോൺക്രീറ്റ് ആണ്, പെട്ടെന്ന് എത്തണം. ഇറങ്ങിപ്പോഴേ താമസിച്ച്. എൻ്റെ ഫോണല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നു. ചാരം കെട്ടാനായിട്ട് കുഴിയെടുക്കാനുള്ള പിക്കാസാണ്. പെട്ടെന്ന് അവിടെ എത്തിക്കണം. അപ്പം ഞാൻ സൈറ്റിലെത്തിയേ. സംഭവം വേറെ ലോഡ് മെറ്റിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഏതാണ്ട് മിക്സർ മെഷീനൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. ചാരം കെട്ടി കേട്ടോ. അപ്പം പിക്കാസിൻ്റെ ആവശ്യം വന്നില്ല. അവർ ചാരമൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ച്. അല്ലാതെ വേറൊരു വകുപ്പുണ്ടായിരുന്നു. ഞാൻ റൂഫ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് സൈഡിൽ പേപ്പർ വയ്ക്കാനുണ്ട്. പേപ്പർ വെച്ച് ഹോളുകളൊക്കെ അടയ്ക്കാനുണ്ട്. പിന്നെ ഇത് ബ്ലോക്ക് കട്ട് വയ്ക്കാനുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് താഴെ ബാക്കിയുള്ള ടീം അതെല്ലാം ചെയ്യും. അവരെല്ലാം താഴെയെല്ലാം സെറ്റാണ്. നമ്മളിനി പണി തുടങ്ങിയാൽ മതി. ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ള പണി തുടങ്ങും. എല്ലാം സെറ്റാണ്, ഓൾ സെറ്റാണ്. അപ്പോൾ കോൺക്രീറ്റ് പാതിയായി കേട്ടോ. സംഭവം കാപ്പി പിടിക്കാനായിട്ട് ഇറങ്ങി. നമുക്ക് കാപ്പി പിടിക്കാൻ ഇറങ്ങിയിട്ട് ഇനി പാതി കൂടെ ഉള്ളൂ. അപ്പോൾ കാപ്പി എന്താണെന്ന് കാണിച്ചു തരാം. പൊറോട്ടയും മുട്ടക്കറിയാണ്. അപ്പോൾ ഞാൻ കാപ്പി പിടിക്കാൻ പോവുകയാണ്. സംഭവം ഇതേപോലെ കറി മുഴുവനായിട്ട് ഒഴിച്ച് അത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ പിച്ചെടുത്ത് ഒരു മുട്ടയുടെ പീസും കൂടെ എടുത്ത് ഇതുപോലെ മൊത്തം മിക്സാക്കി കഴിക്കും. ഇനി കഴിച്ചിട്ട് കാണാവേ. അപ്പോൾ കാപ്പിടി കഴിഞ്ഞ് അപ്പോൾ ഞാൻ മുകളിലോട്ട് പോയി നമ്മൾ ഏതുവരെ ജോലി ചെയ്തു, നമ്മൾ ഇപ്പോൾ ഏതുവരെ ആയെന്നുള്ളത് കാണിച്ചു തരാം. ജോലിക്കാരെല്ലാം അവിടെ എല്ലാവരും ഇന്ന് വർക്കേഴ്സ് എല്ലാം ആഹാരം കഴിക്കുന്നുണ്ട്. കാണിച്ചു ഇതാണ് മുകളിലത്തെ അവസ്ഥ. വെയിലിന് കുറവൊന്നുമില്ല. വെയിലൊക്കെ നല്ല തകൃതിയായിട്ട് വെയിൽ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. പട്ടപ്പട തീർത്താൽ നമുക്ക് പടപട പെട്ടെന്ന് വീട്ടിൽ പോവാം. ഇതിപ്പം ബാത്റൂമിൻ്റെ അത് കഴിഞ്ഞ് ഇതെല്ലാം കണക്കൂട്ടാണെങ്കിൽ പാതി കഴിഞ്ഞു കേട്ടോ. പാതിയേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് കഴിയും. ഇപ്പോൾ ദൂരം കുറവല്ല, അതുകൊണ്ട് പടപട അടിച്ചു കളഞ്ഞ് വരാം. ബാക്കിയുള്ള ജോലിക്കാരൊക്കെ കഴിക്കുന്നുണ്ട്. സൈഡിൽ മെഷീനെ അവർ ഓഫ് ചെയ്തിട്ട് അതാണ് സൗണ്ട്. ഇതുവഴിയാണ് സാധനം കെട്ടി വെക്കുന്നത്. അങ്ങനെയാണ് ചാരം കെട്ടിയത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. എല്ലാവരും കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇനിയും ഫുഡ് കഴിക്കാനുള്ളവരുണ്ട്. ചേച്ചിമാരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൺട്രാക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. കൺട്രാക്കിന് പെട്ടെന്ന് അപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞായിരുന്നു. കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഈ ഉണങ്ങിയ ഭാഗത്തെല്ലാം നമ്മൾ കോളം വയ്ക്കുന്നുണ്ട്, വെള്ളം കെട്ടി നിർത്താനായിട്ട്. അല്ലെങ്കിൽ പിറ്റേന്നാകുമ്പം നല്ല കട്ടിയായി പോകും. ഇപ്പോഴേ വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം അടിച്ച് ഇടാം. അതിന് വേണ്ടിയിട്ട് കൂടെ തന്നെ ചെറുപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ടീമുകളൊക്കെ ക്ലീനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നേ. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചെല്ലാവരും പോയി. എനിക്ക് അപ്പോഴ് ആദ്യം കോലത്തിൽ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് ജോലി കഴിഞ്ഞ് നേരെ പോയി ഫുഡ് കഴിക്കുമായിരുന്നു.
ആളുകളെല്ലാം പോയി. ഇപ്പോൾ ലാസ്റ്റ് ഞാനാണ് ഇറങ്ങുന്നത്. ഞാൻ കാണിച്ചു തരാം നമ്മുടെ വർക്ക് എന്തായി എന്നുള്ളത്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ചെറുപ്പൊക്കെ വെച്ച് ഈ ഭാഗം നമ്മൾ ആദ്യത്തെ ഭാഗം നല്ല ഉണക്കായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്, കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഒരാളെ നിൽക്കണുണ്ട്. എന്തിനാണ് അവിടെ? ഇങ്ങ് വാ, ഇങ്ങോട്ട് വരാൻ. അവിടെ എന്തിനു ചെയ്യുന്നു? തോ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കയറി വരുന്നു. നീ അതിൻ്റെ ഇടയിൽ എന്തിനു ചെയ്യുന്നു? ബില്ല് പറിക്കുന്നു. ഞാൻ ഇന്നൊന്നും മേടിച്ചില്ല. ഇല്ല, ഞാനൊന്നും മേടിച്ചില്ല. ഞാൻ മേടിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സ്ഥലം വരെ പോകണം. പടത്തിന് പോട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സത്യമായിട്ട് ബുക്ക് ചെയ്ത്. ഞാനും അബിയും കൂടെ പോകണം. സൂപ്പർമാൻ കാണാൻ പോകണം സത്യമായിട്ട്. ഓക്കോട്ടെ. ടിക്കറ്റ് അവൻ ടിക്കറ്റ് എടുത്തിരിക്കും. അല്ല, നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോഴേ ഇത് ടിക്കറ്റ് ഉണ്ട് എടുത്ത്. നിനക്ക് എന്തിനായാലും വരാൻ പറ്റൂല, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോയത്. വിഷമൊന്നുമില്ലല്ലേ? പാപ്പൻ മേടിച്ചോണ്ട് വരാം. പാപ്പൻ മേടിച്ചോണ്ട് വരാം. പോണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ വെറുതെ അവന് ടിക്കറ്റിൻ്റെ പൈസ കൊടുക്കണോ? ഇപ്പോഴത്തേക്ക് പോട്ടാ. ഇപ്പോഴത്തേക്ക് പോട്ടെ. 6 മണിക്കാണ് ഷോ. മുഖത്ത് നോക്കി പറ. മുഖത്ത് നോക്കി പറ. അപ്പം ഞാൻ പോവേണേ. നിന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ പോണത്. ഏതാണ് നോക്കുന്നത്? സൂപ്പർമാൻ്റെ പടമാണ് കാണാൻ പോണം. അപ്പം എൻ്റെ സൂപ്പർമാൻ്റെ ജാക്കറ്റ് ഇഞ്ഞിടേ. അയ്യേ, എന്തിങ്ങനെ? എനിക്കിനിയിപ്പോൾ വ്ളോഗ് തുടങ്ങാനുള്ളതാണ്. കഴിവില്ലല്ലേ? ഇതിട്ടുണ്ട് ഞാൻ അങ്ങനെ പുറത്തു പോകും. അപ്പോൾ ഗൈസ്, സൂപ്പർമാൻ്റെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് സൂപ്പർമാൻ്റെ സിനിമ കാണാൻ പോകാൻ പറ്റില്ല ഗൈസ്. ഞാനത് കഴുകാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് വ്ളോഗിനും ഇതിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അപ്പം ഒരുപാട് നാളായി ഇത് ചെയ്തിട്ട്. എന്തിനും ഇതിൻ്റെ ഇടയിൽ കിടന്ന് സൗണ്ട് ഉണ്ടാക്കണ. എനിക്ക് ജാക്കറ്റ് എനിക്കിനി ഏതെങ്കിലും ടീഷർട്ട് ഇട് പോട്ട്. എഴുതൂലേ? ഇങ്ങോട്ട് നോക്കടി. ഞാൻ പോട്ടറി. ഞാൻ പോട്ടടി. പോട്ടോ. പോവേണം. നീ നല്ലപോലെ പറഞ്ഞായിരിക്കും. അയ്യേ, അത് ഞാൻ പോണു. ഈ മുഖത്ത് നോക്കി പറ. പാപ്പൊക്കെ മേടിച്ചോണ്ട് വരാം. ചിരിച്ചോണ്ട് പറേ. ഹെൽമെറ്റ് വെച്ചുണ്ട്. അപ്പോൾ സൂലയ്ക്ക് പിണക്കൊന്നുമില്ലേ? പിണക്കമില്ലല്ലേ? അപ്പോൾ സൂലയ്ക്ക് പിണക്കമില്ല. അപ്പോൾ ഞാൻ പോകണം പടത്തിന്. നമ്മൾ എന്നത്തെയും പോലെ രേവതി തിയേറ്ററിലാണ് വന്നത് കേട്ടോ. രേവതി സിനിമാക്സിലാണ് സൂപ്പർമാൻ കാണാൻ വന്നത്. 3D ആണേ, പാരിപ്പള്ളിയിലുള്ള. സംഭവം സുലയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് സുലൈ കൊണ്ടുവരാത്ത. പുള്ളിക്കാരിക്ക് ഈ സൂപ്പർ ഹീറോ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാം. ഞാൻ മാത്രമല്ല കേട്ടോ പടം കാണാനായിട്ട്. എൻ്റെ ഒരു ശേഷാരൻ പയ്യൻ കൂടിയുണ്ട്. എൻ്റെ ചേച്ചിയുടെ മകളുടെ ഭർത്താവ് പയ്യനാണ്.
അപ്പോൾ അവനും ഈ സൂപ്പർ ഹീറോ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അവനുണ്ട് എൻ്റെ കൂടെ കമ്പനിക്ക് അബി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് വന്നത്. നമുക്ക് ഒരുവിധം തെറ്റില്ലാത്ത പോലെ സീറ്റ് കിട്ടി. പുള്ളി ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഓൺലൈനിൽ ടിക്കറ്റ് നോക്കി നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ഥലം കിട്ടി. എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഫ്രണ്ടിലോട്ടായി പോയാൽ പിന്നെ അത് വധമായി. അപ്പോൾ സീറ്റും കിട്ടി. റിലീസ് ദിവസമാണ് പടം കാണാൻ വന്നത്. അതുപോലെ നമ്മുടെ ഏതാണ് അവിടെ വലുതാ കാശ് കൊടുക്കണം. അപ്പോൾ സിനിമ തീർന്ന് നമ്മൾ ഇറങ്ങുവാണേ. പടം കുഴപ്പമില്ല, തെറ്റില്ല, അടിപൊളി സിനിമയായിരുന്നു. നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. അടിപൊളി ഒരു പടമായിരുന്നു. കാണാത്തവർ പോയെന്ന് കാണുക. സൂപ്പർ സിനിമ. സൂപ്പർ ഹീറോ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഫുഡ് അടിക്കാനുള്ളൊരു പ്ലാനുണ്ട്. ചിലപ്പോൾ ഫുഡ് അടിക്കും. എന്നിട്ട് തുലക്കൂടെ എന്തെങ്കിലും ഒന്ന് വാങ്ങണം. എന്തെങ്കിലും പിള്ളേരെ കൂടെ വാങ്ങിക്കൊണ്ടിരണം. പിണക്കം മാറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണേ. ഇവിടെ ഉണ്ട്. മഴ പെയ്ത് സമയം ഇപ്പോൾ 10 മണിയായേ. ഞാൻ പടത്തിൽ സിനിമയ്ക്ക് പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. തുല ഉറങ്ങിയിട്ടില്ല. ആക്കടേ എന്തേര് പുള്ളിക്കാരിയുടെ പിണക്കമൊക്കെ മാറി കേട്ടാ. സിനിമയുടെ കടം തീർന്നേ. നീ സിനിമയുടെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് ഇനിയൊന്നും പറയരുത്. അമ്മയോടെ അമ്മ എൻ്റെ അച്ഛനെവിടെ? കണ്ണാക്കി